നവംബർ 23, 2023 സിസ്റ്റർ സൂസൻ ജോഷുവ നമ്മുടെ മധ്യ ടെസ്റ്റിമണി ആയിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് സിസ്റ്റർ സൂസൻ ടെസ്റ്റിമണിക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം സിസ്റ്റർ ജോയ്സി പ്രണാബ് പ്രാർത്ഥിച്ച് ലൈൻ ലീഡ് ചെയ്യുന്നതായിരിക്കും. സമയത്ത് സിസ്റ്റർ സൂസനെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. ഈ ഒക്ലഹോമ പ്രയർ ലൈനിലെ പ്രിയ ബിജി എന്നോടത് ഇന്ന് രാവിലെ പറഞ്ഞു. ഞാൻ ചെറിയൊരു ടെസ്റ്റ് മണി രാവിലെ പറഞ്ഞിരുന്നു. വൈകുന്നേരം രാത്രിയിലുള്ള ഈ പ്രയർ ലൈനിലെ സാക്ഷ്യം പറയാവും ചോദിച്ചു. ഞാൻ നാളെ ഏത് സമയത്തും ഏത് നേരത്തും നമ്മൾ ഹല്ലേലൂയ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ മറന്നു പോകാതെ നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് നന്ദി കരയറ്റുവാൻ, എവിടെയും കർത്താവിനെ സാക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. അപ്പോൾ സന്തോഷത്തോടെ ഞാൻ ഇന്ന് രാത്രികാലം എൻ്റെ 10 മിനിറ്റുള്ള എൻ്റെ ടെസ്റ്റ് മണി പറഞ്ഞുകൊണ്ട് ദൈവത്തിനിൽ ഇരുപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു മൊത്തം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു മാതാപിതാക്കള് എനിക്ക് 5 സഹോദരങ്ങൾ, ഞങ്ങൾ മൊത്തം 6 സഹോദരങ്ങളായിരുന്നു. 4 സഹോദരിമാരും 2 സഹോദരന്മാരും. എന്നാൽ 1976 കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും ജലത്തിൽ സാക്ഷിപ്പാനും കർത്താവ് ഇടയാക്കി. കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് AG സഭയോടുള്ള ബന്ധത്തില് ചണ്ണപ്പെട്ടയിലെ ദൈവത്തെ ആരാധിപ്പാനിടയായി. എന്നാൽ എൻ്റെ 21-ാമത്തെ വയസ്സിൽ എന്നെ വിവാഹം കഴിച്ച് കൊട്ടാരക്കര എന്ന പ്രദേശത്തേക്ക് അയക്കുവാനിടയായി. അവിടെ ഞാൻ നല്ല സന്തോഷമുള്ള ഒരു ദൈവമുള്ള ഒരു കുടുംബത്തിൽ എന്നെ വിവാഹം കഴിച്ചയച്ചു. എന്നാൽ എൻ്റെ 27-ാമത്തെ വയസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളായിരുന്നു. എന്നാൽ ജീവിതത്തിലെ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു അത് സംഭവിച്ചത്. ഞാൻ 35 വയസ്സുണ്ടായിരുന്നു. എനിക്ക് 27 വയസ്സുണ്ടായിരുന്നു. എന്നാൽ ദൈവഹിതം അങ്ങനെ ആയിരുന്നു. വളരെയേറെ വിഷമങ്ങളും പ്രയാസങ്ങളും ഏകാന്തതയുടെ അനുഭവത്തിൽ 2 കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വളരെയേറെ ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യരെ കരഞ്ഞില്ല എങ്കിലും വീടിനകത്ത് വളരെയേറെ വാവിട്ട് കരയുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന അവസ്ഥയിലൊക്കെ മുമ്പോട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുപോയി. ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് വീട്ടിലായിരുന്നാലും മീറ്റിങ്ങിനൊക്കെ ഒറ്റ മീറ്റിംഗ് പോലും കളയാതെ ദൈവസന്നിധിയിൽ കടന്നുപോയി. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴൊക്കെ വളരെ കണ്ണുനീരോടുകൂടെ ആണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുന്നു. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയാണ്? എൻ്റെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്ത് പോയി പഠിച്ചു. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി ആയിരിക്കുമ്പോൾ ചെറുപ്രായത്തിലെ അവരുടെ ഡാഡി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ എല്ലാം നല്ല നിലയിലെ വീടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ അവരുടെ ഡാഡി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവർക്ക് മോന് 3 വയസ്സുള്ളപ്പോഴും മോക്ക് 6 വയസ്സുള്ളപ്പോഴുമായിരുന്നു അങ്ങനെ സംഭവിച്ചത്. എന്നാൽ കുഞ്ഞുങ്ങളെ വളർത്തുവാനും ദൈവഭയത്തിൽ വളർത്തുവാൻ ദൈവം എന്നെ ഇടയാക്കി. അവർക്ക് ടീനേജൊക്കെ ആയപ്പോഴത്തേനും അവരുടെ വിഷമങ്ങള് മനസ്സിലുണ്ടായിരുന്നു എന്ന് പിന്നീട് എന്നോട് പറയുവാനിടയായി. എന്നെ അവര് യാതൊരു രീതിയിലും പ്രയാസങ്ങള് പുറമേ കാണിക്കത്തില്ലായിരുന്നു. ദൈവത്തിൽ വളർത്തുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ഇടയായി. എന്നാൽ മോളെ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാംഗ്ലൂരിലെ മോനെ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എൻ്റെ 2ാമത്തെ വിവാഹം കഴിഞ്ഞു. എന്നാൽ വളരെ ദുഃഖത്തില് ഞാൻ ഈ അമേരിക്കയിൽ വന്നിട്ട് 17 വർഷമായി.
ഡിസംബർ 17 ആവുമ്പോൾ. എന്നാൽ ആദ്യ സമയം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് വന്നല്ലോ, അവർ വലുതായി, എന്നാലും അവരെ ഇട്ടിട്ട് വന്നതോർത്ത് എനിക്ക് ഞാൻ എവിടെയാണ് വന്നത്, എന്തിനാണ് വന്നത് എന്നൊന്നും അറിയാത്ത രീതിയിൽ വളരെയേറെ പ്രയാസം എൻ്റെ ജീവിതത്തിലുണ്ടായി. കുഞ്ഞുങ്ങളാണ് എൻ്റെ വിഭാഗത്തിന് ഉള്ള ഇൻട്രസ്റ്റ് എടുത്ത് എൻ്റെ ഫാദറിനോട് പറഞ്ഞു, അപ്പച്ച എൻ്റെ മമ്മിയെ ഇങ്ങനെ നിർത്തുവാനൊക്കത്തില്ല, എൻ്റെ മമ്മിക്ക് ഒരു വിവാഹം ആവശ്യമാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇൻട്രസ്റ്റ് എടുത്താണ് ഇതിന് ഒരുങ്ങിയത്. ദൈവം അവരുടെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച് അവരാണ് ഇതിനു വേണ്ടുന്ന മുൻകൈയൊക്കെ എടുത്തത്. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പലപ്പോഴും കണ്ണുനീരോടെ വളരെ കരയുന്ന അനുഭവം ഉണ്ടായിരുന്നു. മോളെ നേഴ്സിംഗ് കഴിഞ്ഞ് ഒക്ടോബർ 2008 അവിടെ നേഴ്സിംഗ് കഴിഞ്ഞു. ആ ആഴ്ചയിൽ തന്നെ ഹല്ലേലൂയ ദൈവം അവൾക്ക് വേണ്ടി ഒരു പൈതലിനെ ഒരുക്കി. ഞാനിവിടെ വന്ന് മാട്രിമോണി വഴിയാണ് അത് കണ്ടുപിടിച്ചത്. എന്നാൽ അവനെ ഓസ്ട്രേലിയയിലെ മാസ്റ്റേഴ്സിന് പോയി, അവിടെ PR ആയി. അവനെ പഞ്ചാബിൽ ജനിച്ചോളുന്നൊരു പൈതലായിരുന്നു, ഒരു ദൈവ പൈതലായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ആഴ്ചയിൽ തന്നെ പൈതലിൻ്റെ വിവാഹം നടക്കുവാൻ ക്രമീകരിക്കുവാൻ ഞാനന്ന് ഹ്യൂസ്റ്റണിലായിരുന്നു. പോയി ദൈവം എല്ലാം നന്നായി ചെയ്തു. അവര് കുടുംബമായി ഓസ്ട്രേലിയയിലായിരിക്കുന്ന പൈതല് അവിടെ RN ജോലി ചെയ്യുന്നു. അവളുടെ ഹസ്ബൻഡ് അവിടെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അവർക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം ദാനം കൊടുത്തു. അവരെ കാണുവാനും സന്തോഷിപ്പാനും ദൈവടയാക്കിയത്. മോൻ്റെ കാര്യത്തിൽ അവനെ എഞ്ചിനീയറിംഗ് പഠിച്ചുവെങ്കിലും അവൻ അത് റാഗിങ്ങും മറ്റോ ആയി അവനത് ഡ്രോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞു, മോനെ എന്നാൽ നേഴ്സിങ്ങിന് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, മമ്മി അതെനിക്കിഷ്ടമല്ല. എന്നോട് ചോദിച്ചു, മമ്മിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണോ അതോ എന്നെ വേണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ നിന്റെ ഇഷ്ടം പോലെ, എന്നാ ഞാൻ UK പോയി സ്റ്റുഡൻറ് വിസയ്ക്ക് പൊക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ അവനെ സ്റ്റുഡൻറ് വിസയ്ക്ക് UK വിടുന്ന ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ദൈവഹിത പ്രകാരം എൻ്റെ ഒരു ഫ്രണ്ട് UK അതെൻ്റെ പ്രിയ സഹോദരി കൂടെയാണ്. അവള് ഞാനും ഒരുമിച്ച് പഠിച്ചു വളർന്നു വന്ന സാഹചര്യം. അവള് നേഴ്സായി, അവള് UK പോയി. ഞങ്ങളിങ്ങനെ വിളിക്കുമായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, എന്നാൽ നമുക്ക് പിള്ളേരെ കല്യാണം ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഹല്ലേലൂയ മോന് 21.5 വയസ്സായതേ ഉള്ളൂ. അവൾക്ക് മോക്ക് 18 വയസ്സും. അങ്ങനെ ഞങ്ങൾ വിവാഹം ആലോചിച്ചു. അവനെ 2 ആഴ്ചക്കകം ഞങ്ങൾ 6 മാസം ഇങ്ങനെ വിവാഹം ആലോചിച്ചു ഇങ്ങനെ ഇരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോയി പൈതങ്ങളുടെ വിവാഹം നടത്തി. ഹല്ലേലൂയ അവര് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പൈതൽ UK പോകാനിടയായി. ഒരു സന്തോഷമായി UK കഴിയുന്നു. അവരുടെ ഭാവിയോർത്ത് 3 കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളെ. എന്നാൽ ഇപ്പോൾ 2 പെൺമക്കളായിരുന്നു അവന്. ഇപ്പോഴൊരു ആൺകുഞ്ഞിനെ ദൈവം കൊടുത്തു. അതിനപ്പം ഇപ്പോൾ 7 മാസമായി. 3 മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. കഴിഞ്ഞ ജൂണില് മോളും കുടുംബവും മോനും കുടുംബവും ജൂണില് ഇവിടെ കടന്നു. അതിനു മുമ്പ് 2016 എല്ലാവരും കൂടെ കടന്നു വന്നിരുന്നു. എന്നാൽ ഒരു ആൺകുഞ്ഞിനെ കാണുവാൻ, കൊച്ചുകുഞ്ഞിനെ കാണുവാനിടയായി. അതിനെ അവന്റെ ഫാദറിന്റെ പേരിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ അങ്ങനെയാണ് അത് വിളിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് വളരെ ഭാരം ഉണ്ടായിരുന്നു. എന്നാൽ ഒറ്റ കാര്യം പോലും എന്നോട് ഞാൻ വിഷമിക്കുമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞിട്ടില്ല. പിന്നീട് പറഞ്ഞു. ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു സന്തോഷമായി ജീവിച്ചിരുന്ന സമയത്ത് മമ്മി ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു. മമ്മയെ വിഷമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളത് മമ്മിയോട് പറയാഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമായിരുന്നു. കുഞ്ഞുങ്ങളെ ദൈവം മാനിച്ചു. ഹല്ലേലൂയ ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ഇന്നും ഞാൻ കരയുന്ന അനുഭവമാണ്. എൻ്റെ പ്രിയ അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് 35-ാമത്തെ വയസ്സിൽ മാറ്റപ്പെട്ടുവെങ്കിലും
പുള്ളി ഗൾഫിലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അസുഖമായി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 13 ദിവസം കോസ്മോ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ 14ാമത്തെ ദിവസം സീരിയസ് ആയി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നാൽ ഹല്ലേലൂയ 15ാം തീയതി വെളുപ്പിനെ 2:30 1993 ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായി ആ പ്രിയപ്പെട്ടവൻ കാലും കൈയും എല്ലാം ഇങ്ങനെ സ്റ്റഡിയായി വെച്ചിട്ട് പുല്ലിന് തുല്യം ഈ ജീവിതം വയലിൽ പോകുന്ന പോലെ ഇത് പോകുന്നത് ഉലകില്ലെന്ന് പറഞ്ഞ് പാട്ടുപാടി പ്രാർത്ഥിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിട ഇന്നും ഓർക്കുമ്പോൾ ഹല്ലേലൂയ ഇന്ന് ഓർക്കുമ്പോൾ വളരെ ഹല്ലേലൂയ ഹൃദയം തകർന്ന് കരയുന്ന അനുഭവമാണ്. എന്നാൽ ഇത്രത്തോളം ദൈവം ഞങ്ങളെ മാനിച്ചു എന്നെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ 17 വർഷം കഴിഞ്ഞു. സന്തോഷമായി ജീവിക്കുന്നു. ഇവിടെയുള്ള 3 കുഞ്ഞുങ്ങളുണ്ട്. അവരും ഞങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്ന ദൈവം ഒരുമിച്ച് ഹല്ലേലൂയ സാറ്റർഡേ ഗെറ്റ് ടുഗദർ ഇവിടെ വെച്ച് നടത്തുവാൻ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് UK നിന്നും കുഞ്ഞുങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരും ഒരുമിച്ച് അവരെ ഹല്ലേലൂയ പോകുന്നവരെ ഒരുമിച്ച് അവർ സഹകരിച്ച് സന്തോഷത്തോടായിരിക്കാൻ ദൈവത്തിനാക്കി അതിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെച്ചില്ലയോ എന്ന്. എന്നാൽ ഹല്ലേലൂയ കരയുന്ന വിഷയത്തിന് കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ എൻ്റെ ഈ സാക്ഷ്യം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് അത് മറ്റുള്ളവർ ആർക്കെങ്കിലും ഒരാൾക്ക് അത് എൻകറേജ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ഇന്ന് വരെ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിപ്പാൻ ഹല്ലേലൂയ നാവാൽ കഴിയില്ല. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ വായിച്ച് ഉറച്ച് നിൽക്കുന്ന അനുഭവത്തില് ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം വിശ്വാസത്തിൽ ഉറപ്പിച്ച് പലപ്പോഴും അധൈര്യപ്പെടുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നീണ്ട 15 വർഷം ഹല്ലേലൂയ ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ മധ്യത്തിലല്ല ദൈവം കൈവിടാതെ തകർന്നു പോകാതെ ഇന്നും ജയത്തോടെ നടത്തിയ ദൈവത്തെ വാഴ്ത്തുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന ഹല്ലേലൂയ പ്രിയ ബിജി സിസ്റ്ററോടും ഈ പ്രയർ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറഞ്ഞ് നമ്മെ കേൾപ്പിക്കുവാൻ ദൈവം സഹായിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസിയോട് പ്രേരണയുടെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കഷ്ടത്തിൽ കൂടെ കടന്നുപോയെങ്കിലും ദൈവം തന്റെ സ്ഥിതി മാറ്റി, തന്റെ നിന്നയെ ഉരുട്ടി മാറ്റി ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ പിന്നെയും ദൈവം നടത്തിയ വിധങ്ങളെ വിവരിക്കുവാൻ കർത്താവിന്റെ ദാസി കർത്താവ് സഹായിച്ചതിനായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ആൻറ്റി. സ്തോത്രം. താങ്ക് യു. തുടർന്ന് പാട്ടുപാടി സഹായിക്കുവാൻ ലിൻഡ ജോസഫിന്റെ ലൈനിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. Sister Linda. Praise God. Amen. Hallelujah. നന്ദിയല്ല ദുന്നുമില്ല എന്റെ നാവിൽ ചൊല്ലിടുമോ, സ്തുതിയല്ല ദുന്നുമില്ല എന്റെ ഹൃദയത്തിൽ ഉയർന്നിടുമോ, സ്തോത്രമല്ല തൊന്നുമില്ല നിനക്കായി സമർപ്പിക്കുവാ, യേശുവേ നിൻ സ്നേഹമതോ വർണ്ണിച്ചിടുവാൻ സാധ്യമല്ല. സ്തുതി സ്തുതി നിനക്കെന്നുമേ, സ്തുതികൾ വാസിപ്പാവനേ, സ്തുതിധനം ബലം നിനക്ക്, സ്തുതികളിലും നവനേ, സ്തുതിധനം ബലം നിനക്ക്, സ്തുതികളിലും നവനേ.
കൃപയല്ലാതൊന്നുമല്ല എന്റെ വീണ്ടെടുപ്പിൻ കാരണം കൃപയാലാ നിൻ ജീവിതം ആദന്നാനന്ദം അതിമധുരം ബലഹീനതയിൽ തികയും ദൈവശക്തിയെന്നാശ്രയമേ ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും കൃപ കൃപ അതിമനോഹരം കൃപ കൃപ അതിമധുരം കൃപയിൽ ഞാനാ നിന്നിക്കും കൃപയിൽ ഞാനാശ്രയിക്കും കൃപയിൽ ഞാനാ നിന്നിക്കും കൃപയിൽ ഞാനാശ്രയിക്കും സൈന്യബഹുത്വ രാജാവിന് ജയം പ്രാപിപ്പ സാധ്യമല്ലേ വ്യർത്ഥമാണ് കുതിരയല്ല വ്യർത്ഥമല്ലൻ പ്രാർത്ഥനകൾ നിന്നിൽ പ്രത്യാശ വയ്പ്പവർമേ നിന്റെ ദയ എന്ന നിശ്ചയമേ യേശുവേ നിൻ വരവരിനാം കാത്തുകാൻ ഞാൻ പാർത്തിടുന്നു ജയം ജയം യേശുവിനെ ജയം ജയം കർത്താവിനെ ജയം ജയം രക്ഷകനെ ഹല്ലേലൂയ ജയം എന്നുമേ ജയം ജയം രക്ഷകനെ ഹല്ലേലൂയ ജയമെന്നുമേ നന്ദിയല്ലാതൊന്നുമില്ല എന്റെ നാവിൽ ചൊല്ലിടുവാൻ സ്തുതിയല്ലാതൊന്നുമില്ല എന്റെ ഹൃദയത്തിൽ ഉയർന്നിടുവാൻ സ്തോത്രമല്ലാതൊന്നുമില്ല നിനക്കായി സമർപ്പിക്കുവാൻ യേശുവേ നിൻ സ്നേഹമതോ വർണ്ണിച്ചിടുവാൻ സാധ്യമല്ലേ സ്തുതി സ്തുതി നിനക്കെന്നുമേ സ്തുതികൾ വാസിപ്പാവനേ സ്തുതി ധനം ബലം നിനക്ക് സ്തുതികളിലും നവനേ സ്തുതി ധനം ബലം നിനക്ക് സ്തുതികളിലും നവനേ കൃപയിൽ ഞാനാ നിന്നിക്കും കൃപയിൽ ഞാനാ ശ്രീക്കും കൃപയിൽ ഞാനാ നിന്നിക്കും കൃപയിൽ ഞാനാ ശ്രീക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാട്ടുപാടി നമ്മെ സഹായിച്ചതിൽ എൻ്റെ സിസ്റ്റർ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാട്ടുകാരൻ ചേർന്ന് കൃപയിൽ ആശ്രയിക്കുവാൻ, കൃപയിൽ ആനന്ദിക്കുവാൻ, യേശു മൂലം നമുക്ക് എല്ലാറ്റിലും ജയം തരുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. നന്ദിയല്ലാതെ ഒന്നുമില്ല എൻ്റെ നാവിൽ ചൊല്ലുവാൻ, സ്തുതിയല്ലാതെ ഒന്നുമില്ല നമ്മിൽ നിന്ന് ഉയരുന്നത്. സ്തുതിയാകട്ടെ, സ്നേഹമാകട്ടെ, കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ, കർത്താവിന്റെ കൃപയിൽ തന്നെ ആനന്ദിക്കുവാൻ കർത്താവ് നമ്മെ പിന്നെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
നമുക്ക് തുടർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ലൈൻ ആരംഭിക്കാം. കാരണം ഇന്ന് ദേശമെമ്പാടും താങ്ക്സ് ഗിവിംഗ് ആഘോഷിക്കുമ്പോൾ ദൈവമക്കളായി നമുക്ക് ദൈവത്തിന്റെ സന്നിധാനത്തിൽ സമയം സ്പെൻഡ് ചെയ്യുവാൻ ദൈവം നമ്മെ ഒരുക്കുന്നതിനായി നന്ദി പറയാം. നമ്മെ നടത്തിയവരെ, നമ്മുടെ പാരന്റ്സിനെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച എല്ലാ നന്മകൾക്കും എല്ലാ വ്യക്തികൾക്കും നമുക്ക് നന്ദി പറയാം. ഇന്ന് രാത്രികാലം ശക്തമായി പ്രാർത്ഥിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ കൃപയിൽ ആശ്രയിക്കുന്നതല്ലാതെ കർത്താവ് നടത്തിയ വിധങ്ങളെ വർണ്ണിക്കുവാനല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ലെന്ന് പിന്നെ നമ്മെ തന്നെ സമർപ്പിക്കാം. പാട്ട് പാടിയ സഹോദരിക്കും അതുപോലെ സാക്ഷ്യം പറഞ്ഞ സൂസൻ സിസ്റ്റർക്കും ഇനി വചനം സംസാരിക്കാൻ പോകുന്ന പാസ്റ്റർ ബാബു മാത്യുവിനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ കർത്താവിന്റെ കരുത്തിലേക്ക് കൊടുക്കാം. ലൈനിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഹാപ്പി താങ്ക്സ് ഗിവിംഗ് കർത്താവിന്റെ സന്നിധാനത്തിൽ നമുക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് സ്തോത്രത്തോടെ നമുക്കായിരിക്കാം. സ്നേഹവാനായ സ്വസ്ഥനായ പിതാവേ കർത്താവെ, ഇന്ന് രാത്രികാലം നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവെ. സ്തോത്രം. പ്രയർ ലൈൻ കുടുംബങ്ങളായി പല ഭവനങ്ങളിൽ പല സ്റ്റേറ്റുകളിൽ ഇരുന്ന് കർത്താവിന്റെ മുഖത്തെ ഞങ്ങൾ നോക്കുമ്പോൾ അപ്പ നിന്റെ മുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ അപ്പ. നിന്റെ സാന്നിധ്യം ഇറങ്ങി ഇന്ന് രാത്രികാലം നിന്റെ കൃപ ഞങ്ങളുടെ മേൽ കർത്താവ് നിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ കർത്താവെ പിന്നെയും ഞങ്ങളെ സമർപ്പിക്കുന്ന അപ്പ. സ്തോത്രം. കർത്താവെ, സാക്ഷി പറഞ്ഞ കർത്താവ് ദാസി നിന്റെ കരുത്തിലേക്ക് തരുന്ന കർത്താവെ, നിന്റെ സാക്ഷി അനേകരോട് പറയാൻ യേശു നടത്തിയ വിധങ്ങളെ പിന്നെയും വർണ്ണിക്കുവാൻ നിന്റെ മകളെ പിന്നെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങളെല്ലാം യേശുവിനെ താലം മുദ്രയിട്ട് സൂക്ഷിക്കണം കർത്താവെ. ഇനിയും പ്രാർത്ഥിക്കുന്ന ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ ദൈവത്തിന്റെ മുഖത്തേക്ക് പിന്നെയും നോക്കുവാൻ ഇന്ദിരാസിയെ പിന്നെയും കർത്താവ് ശക്തിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന അപ്പാ. സ്തോത്രം. നിന്റെ സിസ്റ്റർക്കായി നിങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവത്തെ പാടി സ്തുതിപ്പാൻ കർത്താവിൽ ആനന്ദിപ്പാൻ അനേകരെ ദൈവത്തെ പാട്ട് പാടി സഹായിച്ച ദാസിയെ സഹായിക്കണമേ. അവർ മിനിസ്ട്രിയെ നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനേകരെ യേശുവിലേക്ക് നയിക്കുവാൻ ചെയ്യുന്ന മിനിസ്ട്രി അവരെ കാണുന്നവർ ദൈവത്തെ കണ്ടുമുട്ടുവാൻ മലമേലിരിക്കുന്ന പട്ടണം മറന്നിരിപ്പാൻ പാടുന്നതല്ല കർത്താവിന്റെ വചനപ്രകാരം ഞങ്ങൾ മലമേലിരിക്കുന്ന പട്ടണമായി ശോഭിക്കുവാൻ അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കുന്നവരായി തീരുവാൻ പിന്നെ നിന്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. കർത്താവിന്റെ ദാസിന് രാത്രികാലം വചനവുമായി കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പ. വചനം കർത്താവ് വചനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായി ശുശ്രൂഷിപ്പാൻ ആത്മാവിൽ എഴുതിയ വചനം ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസിനെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രികാലം ലൈനിൽ കർത്താവെ ശബ്ദോചിതമായി നിന്റെ സാന്നിധ്യം ഇറങ്ങി കർത്താവ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പലവിധ മേഖലകളെ കർത്താവെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലും ഇന്ന് രാത്രികാലം കർത്താവിന്റെ വചനം ഇറങ്ങി കർത്താവ് ചില ശുശ്രൂഷകൾ ചെയ്തെടുപ്പാൻ ചില പണികൾ ചെയ്തെടുപ്പാൻ കർത്താവിന്റെ വചനം ഹല്ലേലൂയ അത് ചുറ്റിക പോലെയും പാറയെ തകർക്ക് ചുറ്റിക പോലെയും രാത്രികാലം ഞങ്ങൾക്ക് തകർക്കുവാൻ കഴിയാത്ത ഞങ്ങൾക്ക് തൊടുവാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി കർത്താവെ ഇന്ന് രാത്രികാലം ചില ശുശ്രൂഷ ചെയ്യുന്നതിനായി നന്ദി പറയുന്ന സ്തോത്രം. നിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശിഷ്ട കുടുംബമായി നിന്റെ ത്തിലേക്ക് തരുന്ന കർത്താവെ. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുടുംബമായി ചെയ്യുന്ന എല്ലാ ദൈവപ്രവൃത്തികളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ സഹായിക്കണം. അമ്മച്ചിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തലമുറകളെ നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ലൈനിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ നിന്റെ കരുത്തിലേക്ക് തരുന്നു. ഏതെങ്കിലും വിഷയത്തിന് മുത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവെ നിന്റെ നല്ല ആത്മാവ് നിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കർത്താവെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ നിന്റെ മക്കളെ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മുറ്റുമായി നിന്റെ കരുത്തിലേക്ക് തരുന്നു കർത്താവെ. പരിശുദ്ധാത്മാ ആദിയോട് അന്തം കർത്താവെ നീ ശുശ്രൂഷ ചെയ്യുവാൻ നിന്റെ കൃപയെ ഞങ്ങളായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തുതിക്കുന്നു. എല്ലാ മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന സ്തോത്രം. എല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സ്തോത്രം. ഈ സമയത്ത് വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു മാത്യു ലൈനിൽ കടന്നുകൊണ്ട് കർത്താവിന്റെ ദാസൻ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം കേൾക്കാം. കർത്താവ് ഇങ്ങനെ ഒരു നല്ല സന്ദർഭം ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസി ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ പേര് ബാബു ബി മാത്യു. കേരളത്തിൽ മല്ലപ്പള്ളി സഭയുടെ ശുശ്രൂഷകനായി മല്ലപ്പള്ളി സെന്ററിന്റെയും തീരദേശ മേഖലയുടെയും ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. ഈ ഒക്ലഹോമ പ്രെയർ ലൈനിൽ ഇങ്ങനെയൊരു സന്ദർഭം ഒരുക്കി തന്ന
കർത്താവിൻ ദാസൻ രാജൻ ബ്രദറിനോടും കുടുംബത്തോടുമുള്ള സാജൻ ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിരുവചന ഭാഗം വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും നീതി കെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. പ്രിയരെ, ഞാനിവിടെ പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ലഭിച്ച ആലോചന കർത്താവ് തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്നു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം ദൈവജനവുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയും പഠിക്കുമ്പോൾ അനേക വിടുതലുകളെ കുറിച്ച് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയുന്നുണ്ട്. തന്നെയുമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേക വിടുതലുകൾ നാം ഓരോരുത്തരും അനുഭവിച്ചവരാണ് എന്നുള്ളതിലും സംശയമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് പോലും ദൈവം നമ്മെ വിടുവിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് ശക്തവും വ്യക്തവുമായി പറയുവാൻ കഴിയുമല്ലോ. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് തന്ന എനിക്ക് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ആ വചനത്തിൻ്റെ ഉള്ളറയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ ഇങ്ങനെയാണ് വായിച്ചത്: കർത്താവ് ഭക്തന്മാരെ വിടുവിക്കുന്നു എന്ന്. നമുക്കറിയാം ആരാണ് ഭക്തൻ എന്നും അതെങ്ങനെയാണ് വിടുതലുകൾ വെളിപ്പെടുന്നത് എന്നും വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതിലേക്കൊന്നും പ്രവേശിക്കാതെ അതിൻ്റെ ഏറ്റവും കാതലായ 1-2 ഭാഗത്തേക്ക് മാത്രം ഒന്ന് ഓടിപ്പോയി ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഇങ്ങനെയാണ് നമുക്ക് മീഖ പ്രവചനം 4-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നത്: നീ ഇപ്പോൾ ഇത്ര ഉറക്കെ നിലവിളിക്കുന്നത് എന്തിന്? നിന്റെ അകത്ത് രാജാവില്ലയോ? നിന്റെ മന്ത്രി നശിച്ചുപോയോ? ഈറ്റുനോവ് കിട്ടിയവളെ പോലെ നിനക്ക് വേദന പിടിപ്പാൻ എന്ത്? സിയോൻ പുത്രിയെ, ഈറ്റുനോവ് കിട്ടിയവളെ പോലെ വേദനപ്പെട്ട് പ്രസവിക്ക. ഇപ്പോൾ നീ നഗരം വിട്ട് വയലിൽ പാർത്ത് ബാബേലിലേക്ക് പോകേണ്ടി വരും. അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും. അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഉദ്ധരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ 9-ാം വാക്യത്തിൽ വായിച്ചത് നിലവിളിക്കുന്ന സിയോൻ പുത്രിയെ നോക്കി പരിശുദ്ധാത്മാവ് ചോദിച്ച 1-2 ചോദ്യചിഹ്നങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം എങ്ങനെയാണ് ചോദിച്ചത്? നീ ഇത്ര ഉറക്കം നിലവിളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നിന്റെ അകത്ത് ഒരു രാജാവില്ലയോ? നിന്നെ നിയന്ത്രിപ്പാൻ ഒരു മന്ത്രി ഇല്ലയോ എന്ന് 1-2 ചോദ്യങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അക്ഷരീയമായ അർത്ഥം അതിന് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ കാലയളവുകളിൽ അല്ലെങ്കിൽ വാഴ്ചയുടെ കാലയളവുകളിൽ നിന്നുകൊണ്ടാണ് ആ ദൂത് പ്രവാചകനായ മീഖ ദൈവജനത്തിന് കൈമാറുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ സമയത്തിന്റെ പരിമിതികൾ കാരണം ഞാൻ അതിൻ്റെ ആത്മീയ അർത്ഥത്തിലേക്ക് മാത്രം പ്രവേശിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വേദനപ്പെട്ട് അനേക വിഷയങ്ങളുടെ മുഖത്തിലായിരിക്കുന്ന എന്നെയും നമ്മെ ഓരോരുത്തരെയും നോക്കി പരിശുദ്ധാത്മാവിനും ചോദിക്കുവാനുള്ള ഒരു ചോദ്യം ഇതുതന്നെയാണ്: നാം കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമായി തീർന്നിരിക്കുന്ന നാം
പലപ്പോഴും നമ്മുടെ അകത്തളത്തിൽ വേദനകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരും നമ്മുടെ നിലവിളിയും അതിരുകൾ കവിഞ്ഞു ഒഴുകുവാനും വെളിപ്പെടുവാനും തക്കമണിവിടെയാകാറുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ അവിടെ ഒക്കെ പരിശുദ്ധാത്മാവിന് ചോദിക്കുവാനുള്ള ചോദ്യം, ദൈവജനം ഇത്രത്തോളം കരയുവാൻ എന്താണ് കാരണം? കാരണം ദൈവജനത്തെ വിടുവിക്കുന്ന ഒരു രാജാവ്, അഥവാ ദൈവജനത്തിന് കൂടെയിരുന്ന് ദൈവജനത്തെ നയിക്കുവാൻ കഴിവുള്ള ഒരു മന്ത്രിയുടെ സ്ഥാനമെന്ന നിലയിൽ പരിശുദ്ധാത്മാവ് എന്നോടും നാം ഓരോരുത്തരോടും കൂടെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഏത് നിമിഷവും പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് മധ്യസ്ഥത വഹിക്കുന്ന ഒരു യേശുക്രിസ്തുവിനെയും നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് ആലോചന പകർന്നു തന്ന് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുകയും ഏത് വേദനകളുടെയും ക്ലേശങ്ങളുടെയും നടുവിൽ നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടും കൃപ കൊണ്ടും നിറവ് കൊണ്ടും നമ്മെ നിറയ്ക്കുകയും ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ആ നിറവ് പ്രാപിച്ചിരിക്കുന്ന നാം പലപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യത്തെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ പ്രത്യാശ പുതുക്കി എൻ്റെ വേദന അല്ലെങ്കിൽ എൻ്റെ കഷ്ടം എൻ്റെ കർത്താവ് അറിഞ്ഞുകൊണ്ടാണ്, എൻ്റെ കർത്താവ് അറിയാതെ ഒരു വേദന എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല, എൻ്റെ കർത്താവ് അറിയാതെ ഒരു കഷ്ടം എൻ്റെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് പ്രത്യാശയോടെ കാണുവാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ആ സത്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്, നിന്നെ വീണ്ടെടുത്ത, നീ സ്നേഹിച്ച, നിന്റെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന രാജാതി രാജാവാകുന്ന ആ കർത്താവ് നിന്റെ അകത്തില്ലയോ? നിന്നെ നിരന്തരം വഴി നടത്തുന്ന പരിശുദ്ധാത്മാവുന്ന ആ മന്ത്രി നിന്റെ അകത്തില്ലയോ? ഈ രണ്ട് ചോദ്യത്തിന്റെ മുന്നിൽ ഞാനും നിങ്ങളും വ്യക്തമായ മറുപടി നാം തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിൽ പ്രിയരെ സംശയമില്ല. തീർച്ചയായിട്ടും നമ്മുടെ രാജാതിരാജാവാകുന്ന കർത്താവ് നമ്മുടെ അകത്തുണ്ട്. നിരന്തരം ഓരോ നിമിഷവും നമുക്ക് ആലോചന പകർന്നു നിന്ന് മകനെ വഴി ഇതാകുന്നു, മകളെ വഴി ഇതാകുന്നു എന്ന് ഉള്ള സത്യത്തെ നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തിയിട്ട് നമ്മുടെ വലങ്കരം പിടിച്ചു നടത്തുവാൻ കഴിവുള്ള ഒരു മന്ത്രി സ്ഥാനമെന്ന പോലെ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. അതുകൊണ്ടാണ് ദൈവാത്മാവ് ആ ചോദ്യം അവിടെ ചോദിക്കുവാനായിട്ടിടയാകുന്നത്. എന്നിട്ട് പറയുകയാണ്, സിയോൻ പുത്രിയെ, ഈറ്റുനോവ് കിട്ടിയവളെ പോലെ നീ വേദനപ്പെട്ട് പ്രസവിക്കാം, ഇപ്പോൾ നീ നഗരം വിടണം. ശ്രദ്ധിക്കണ പ്രിയരെ, ഇപ്പോൾ നീ നഗരം വിടണം. എന്നിട്ട് പറയുന്നു, നീ വയലിൽ പാർക്കണം. എന്നിട്ട് പറയുകയാണ്, ബാബേലിലേക്ക് പോകേണ്ടി വരും, അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും, അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഉദ്ധരിക്കും. അപ്പോൾ ദൈവത്തിന് നമ്മെ, കരയുന്ന നമ്മെ, കഷ്ടപ്പെടുന്ന നമ്മെ, വേദനപ്പെടുന്ന നമ്മെ, അനേക വിഷയങ്ങളുടെ മുന്നിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നമ്മെ ദൈവത്തിന് വിടുവിക്കുവാനും ഉദ്ധരിക്കുവാനും പദ്ധതിയുണ്ട് എന്നുള്ളത് ദൈവാത്മാവ് വ്യക്തമായി അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ വിടുവിക്കപ്പെടണമെങ്കിൽ, ഉദ്ധരിക്കപ്പെടണമെങ്കിൽ ദൈവാത്മാവ് 3 വിഷയങ്ങളെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, നഗരം വിടുവാനായിട്ടിടയാകണം. ദൈവാത്മാവിൽ ചിന്തിക്കുവാൻ നമുക്കിടയാകും. എന്താണ് വേദപുസ്തക പ്രകാരം, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ ഇസ്രായേലാകുന്ന നാം വീണ്ടെടുപ്പുകാരനാകുന്ന രക്ഷകനാകുന്ന കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ വേദനകൾ കർത്താവിങ്കിൽ പരമേൽപ്പിക്കുമ്പോൾ ഇതിൻ്റെ ആത്മീക അന്തസ്സത്ത എന്താണ് നമ്മെ വഴി നടത്തുന്നത് അല്ലെങ്കിൽ ബോധവൽക്കരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ അവിടെ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ എന്താണ് മീഖാ പ്രവാചകൻ പറഞ്ഞത്? ഒന്ന്, നീ നഗരം വിടണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലായിരിക്കുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെതായ സകല അനുഭവങ്ങളെയും അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളെയും ഈ ലോകത്തിൻ്റെതായ സകല നിന്ദയുടെയും പരിഹാസങ്ങളുടെയും വെല്ലുവിളികളുടെയും അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് നാം വിടണം എന്നുള്ളത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒന്നാണ്, കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് വിടാതെ, അതിനെ നാം വിട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ കഷ്ടപ്പെടുത്തുവാൻ നോക്കുന്ന, നമ്മെ നിന്ദയിലേക്കും പരിഹാസത്തിലേക്കും വലിച്ചിഴയ്ക്കുമെന്ന് വാദിച്ചു കൊണ്ട് നിൽക്കുന്ന പിശാചിന്റെ വാദഗതികളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ചിന്തയെ പൂർണ്ണമായി അകറ്റണം അഥവാ വിടണമെന്ന്
ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതിനെ വിട്ടിട്ട് നമുക്ക് നിലനിൽക്കുന്നതായ ശാശ്വതമായ ഒരു നഗരം ഉണ്ട്. ആ നഗരത്തിനു വേണ്ടിയാണ് ഞാനും നിങ്ങളും നോക്കി പാർക്കുന്നത്. ആ നഗരമാണ് നമ്മുടെ മുന്നിലെ ലക്ഷ്യമെന്ന് കണ്ടുകൊണ്ട് ആ നഗരത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മ നിറവിൽ നിറഞ്ഞ് ഈ ഭൂമിയിലെ കഷ്ടത ഏതുമില്ല, നിന്ന ഏതുമില്ല, പരിഹാസം ഏതുമില്ല, വരുവാനിരിക്കുന്നതത്രേ എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി നാം ഹൃദയംഗമായി ആത്മാവിൽ ധൈര്യപ്പെടുകയും ഒരുക്കപ്പെടുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ഓർക്കുകയാണ്, അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ടാണ് പറഞ്ഞത് നിനക്ക് വിടുതലുണ്ട്, നിനക്ക് ഉദ്ധാരണമുണ്ട്, എന്നാൽ നീ നഗരം വിടണം. കാരണം ഈ ലോകത്തിന്റെ ചിന്തകൾ, ഈ ലോകത്തിൻ്റെതായ വേദനകൾ, ഈ ലോകത്തിൻ്റെതായ ഏത് പ്രതികൂലങ്ങളും നമ്മുടേതായ ജീവിതത്തിൽ നമ്മൾ അകറ്റി നിർത്തിയിട്ട് കർത്താവിങ്കൽ മാത്രം നമ്മുടെ ആശ്രയം പുതുക്കി കർത്താവിന്റെ പാദപീഠം നമ്മെ സമ്പൂർണമായി സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ സകല ഭാരങ്ങളും നിങ്ങളുടെ സകല വേദനകളും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ, ഞാൻ അതിനെ തീർത്തു തരും. നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ ചുമന്ന് ഒഴിച്ചുകൊള്ളാമെന്ന് കർത്താവ് പറയുവാനിടയായി. പ്രിയരെ, നമ്മുടെ വേദനകളും നമ്മുടെ കഷ്ടതകളും നമ്മുടെ നിന്ദകളും നമ്മുടെ രോഗങ്ങളും സകലതും നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ, രാജാതി രാജാവാകുന്ന യേശുക്രിസ്തുവിന്റെ പാദവിടെ മറക്കി വെച്ചിട്ട്, കർത്താവേ ഈ ലോകത്തിന്റെ വേദനയല്ല എൻ്റെ വിഷയം, ആമീൻ, വരുവാനിരിക്കുന്ന നിത്യതയുടെ പ്രത്യാശ എന്നിൽ പുതുക്കിത്തരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ഇടയാകും എന്നുള്ളതിൽ സംശയമില്ല പ്രിയരെ. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 20:26 ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം, യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധമായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവർ ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. നമ്മെ വേർതിരിച്ചിരിക്കുന്നത് നാം കർത്താവിന് വേണ്ടി നിൽക്കുവാനും, കർത്താവ് വിശുദ്ധനാകയാൽ കർത്താവിനെ വിശുദ്ധിയോടെ ആരാധിക്കുന്ന, വിശുദ്ധിയോടെ സേവിക്കുന്ന, വിശുദ്ധിയോടുകൂടെ നിത്യതയ്ക്ക് വേണ്ടി എപ്പോഴും ആ ചിന്തയെ പുതുക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു വിശുദ്ധ ജനമായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം നമ്മളിൽ സഫലീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായും പ്രിയരെ നമുക്ക് ജീവിതത്തിൽ വിടുതലുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നഗരം വിടണം, നഗരം വിട്ടേ മതിയാകൂ. ഈ ലോകത്തിന്റെ വേദനകളെ നാം വിടണം, ഭാരങ്ങളെ വിടണം. നമ്മളെ വേദനിപ്പിക്കുവാൻ നോക്കുന്ന ഏത് പ്രതികൂലങ്ങളിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ മാറ്റിയിട്ട് എൻ്റെ വേദനകൾ കാൽവറിയുടെ കുലമരത്തിൽ ചുമന്നൊഴിച്ച ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്, ആ ദൈവം എൻ്റെ വേദനയിൽ നിന്ന് എന്നെ ഉദ്ധരിക്കും, എന്നെ വിടുവിക്കും എന്നുള്ള ചിന്ത എന്നെയും നിങ്ങളെയും ഭരിക്കുവാനായിട്ട് ഇടയായി തീരണം. രണ്ടാമതായിട്ട് പറയുന്നു, ആമീൻ, നീ വയലിൽ പാർക്കണം. എന്താണ് വയലിന്റെ അനുഭവം? ആമീൻ, പുതിയ നിയമ ഇസ്രായേലിന് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു മഹനീയ ദൂത് ഞാൻ ഇവിടെ വായിക്കട്ടെ. ആമീൻ, ഇങ്ങനെയാണ് വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാമത്തെ വാക്യം, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം, അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ എന്താണ് കർത്താവ് പറഞ്ഞത്? സ്വർഗരാജ്യം ഒരു വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യമായിട്ട് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ സ്വർഗരാജ്യം എന്ന നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന ആ വയൽ, അതൊരു മനുഷ്യൻ കണ്ട് അവന്റെ ഹൃദയം അതിൽ ആകർഷിച്ചിട്ട്, അവന്റെ മനസ്സതിൽ ഉറപ്പിച്ചിട്ട് അവൻ ഓടിപ്പോയി സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ മീഖാ പ്രവാചകൻ പറഞ്ഞു, ആമീൻ, 1 നിങ്ങൾ നഗരം വിടണം, 2 നിങ്ങൾ വയലിൽ പാർക്കണം. ഏത് വയലിൽ? സ്വർഗരാജ്യം നിധിയെപ്പോലെ ഒളിച്ചു വച്ചിരിക്കുന്ന ദൈവവചനമെന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ വാഗ്ദത്ത വചനങ്ങളിൽ ആമീൻ ഞാനും നിങ്ങളും ആമീൻ ഉറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ ആ വയൽ, ആമീൻ, ആ ദൈവരാജ്യം ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിത്യതയുടെ മർമ്മം ഒളിഞ്ഞിരിക്കുന്ന ഈ ദൈവകൃപ, ഈ ദൈവത്തിന്റെ വചനം, ഈ ദൈവിക വാഗ്ദത്തം അതെനിക്ക് ഏത് വിലയും കൊടുത്തു വാങ്ങണം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും, എന്തിനോടെല്ലാം വിട പറയേണ്ടി വന്നാലും, എന്തിനോടെല്ലാം നോ പറയേണ്ടി വന്നാലും, എവിടെ നിന്നെല്ലാം അകന്നു നിൽക്കേണ്ടി വന്നാലും, ഒരുപക്ഷെ ഒറ്റപ്പെട്ടു എന്ന് ആമീൻ തോന്നേണ്ടി വന്നാലും
പ്രിയരെ അതിനെല്ലാം നാം വിടുവാൻ ഒരുക്കപ്പെട്ടു എങ്കിൽ മാത്രമേ നാം വിടുവിക്കപ്പെടുകയുള്ളൂ, നാം ഉദ്ധരിക്കപ്പെടുകയുള്ളൂ എന്ന് ഇന്ന് രാത്രിയിൽ മറക്കരുത്. ദൈവം ആഗ്രഹിക്കുന്ന അതുകൊണ്ടാണ് നാം എപ്പോഴും ഒരു വേർപാടിന്റെ അനുഭവത്തിൽ ഈ ലോകവും അതിൻ്റെതായ മോഹങ്ങളും അനേകായിരങ്ങളെ കീഴ്പ്പെടുത്തി അവൻ്റെതായ പൂണിയിൽ അകപ്പെടുത്തിയിട്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമായ ഒരു ശക്തമായ വേർപാട് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ വേർപാടിന്റെ അനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ, ആ സ്വർഗരാജ്യം ഒളിഞ്ഞിരിക്കുന്നതായ ആ വയലിന്റെ അനുഭവത്തിൽ വന്ന് പാർത്തെങ്കിൽ മാത്രമേ ദൈവത്താൽ ഉളവാകുന്ന വിടുതലും ദൈവത്താൽ ഉളവാകുന്ന ഉദ്ധാരണവും ഏതൊരു വ്യക്തിക്കും പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഇന്ന് രാത്രിയിൽ പ്രിയ ദൈവജനമാകുന്ന നാം മറക്കരുത്. നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിനാൽ ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണ്, നമ്മുടെ കർത്താവിനാൽ ഒരു ഉദ്ധാരണം നമുക്ക് ആവശ്യമാണ്. കർത്താവ് വിടുവിച്ചാൽ അത് ശാശ്വതമായ വിടുതലാണ്, കർത്താവ് ഉദ്ധരിച്ചാൽ അത് ശാശ്വതമായ ഉദ്ധാരണമാണ്. പ്രിയരെ, ആ ഉദ്ധാരണം, ആ വിടുതൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ വയലിന്റെ അനുഭവത്തിൽ നാം പാർത്തെങ്കിലേ മതിയാകൂ എന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ബോധവൽക്കരിക്കുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഏതെങ്കിലും നിലയിൽ നാം വിശുദ്ധരാണ്, വേർപെട്ടവരാണ്, നാം സത്യത്തിലും ആത്മാവിൽ ആരാധിക്കുന്നവരാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലും പൂർണ്ണമായ വചനത്തിന്റെ വ്യവസ്ഥയിൽ സ്വർഗരാജ്യം ഒളിഞ്ഞിരിക്കുന്ന ആ സ്വർഗീയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടേതായ പരസ്യവും രഹസ്യവുമായ ജീവിതത്തെ നിയന്ത്രിച്ച് അതിൽ അടിയുറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിനാൽ ഉളവാകുന്ന ആ വിടുതൽ, കർത്താവിനാൽ ഉളവാകുന്ന ഉദ്ധാരണം നമ്മിൽ നിന്ന് അന്യപ്പെട്ടു നിൽക്കുവാൻ ഇടയാകും എന്നുള്ളത് മറക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് പ്രതികൂലങ്ങളും വരട്ടെ, ഏത് പ്രതിസന്ധികളും വരട്ടെ, ഈ ലോകം നമ്മളെ എങ്ങനെയെല്ലാം കീഴ്പ്പെടുത്തുവാൻ നോക്കട്ടെ, എന്നാൽ ദൈവജനത്തിന് ഉറപ്പ് വേണം. ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് സ്വർഗരാജ്യം എന്ന ആ വലിയ നിധിയാണ്. ആ സ്വർഗരാജ്യം എന്ന വലിയ നിധി ഒളിഞ്ഞിരിക്കുന്നത് ഈ വചനത്തിന്റെ വ്യവസ്ഥയിൽ ക്രിസ്തു എനിക്ക് തന്നതായ ഉറപ്പിന്റെ വാഗ്ദത്തത്തിന്റെ വെളിച്ചത്തിൽ മാത്രമേ അതെനിക്ക് നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഏത് മണ്ഡലങ്ങളെയും അതിജീവിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും ഞാനും നിങ്ങളും ക്രിസ്തുവിനാൽ, നമ്മുടെ കർത്താവിനാൽ വിടുവിക്കപ്പെടും. നമ്മുടെ കർത്താവ് നമ്മളെ പ്രതികൂലങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ശോധനകളിൽ നിന്ന് ഉദ്ധരിച്ച് പുറത്തെടുക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളത് ഇന്ന് രാത്രിയിൽ മറക്കരുത്. മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒന്ന്, നീ നഗരം വിടണം. 2, വയലിൽ പാർക്കണം. 3, ബാബേലിലേക്ക് പോകേണ്ടി വരും. എന്താണ് പ്രിയരെ ബാബേലിന്റെ അനുഭവം? നമുക്ക് ഇങ്ങനെ ഒരു വേദവാക്യം വായിക്കുവാനായിട്ടിടയാകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11:9 നമുക്കറിയാം. നമ്മെല്ലാവരും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യമാണ്. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്ന പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിന്നിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താണ് ബാബേലിലേക്ക് പോകണമെന്ന് മീഖാപ്രവാചകൻ വിളിച്ചു പറയുവാനിടയായത്? ദൈവം എവിടെ കലക്കിയോ അല്ലെങ്കിൽ ദൈവം എവിടെ ചിന്നിച്ചോ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും ഇഹലോക ജീവിതത്തിൽ എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവവും അല്ലെങ്കിൽ ലോകവും തമ്മിൽ ഒരു കലക്കമുണ്ടായത്? പലപ്പോഴും നമ്മൾ ദൈവത്തെ സേവിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിൻ്റെതായ പല വിഷയങ്ങളും എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെ കലക്കാറില്ലേ? പലരുടെയും വാക്കുകൾ എന്നെയും നിങ്ങളെയും കലക്കാറില്ലേ? പലരുടെയും അനുഭവങ്ങൾ എന്നെയും നിങ്ങളെയും കലക്കാറില്ലേ? എവിടെയൊക്കെ നാം കലങ്ങിയിട്ടുണ്ടോ? എവിടെയൊക്കെ നമ്മുടെ ഹൃദയത്തെ കലക്കിയിട്ടുണ്ടോ? അഥവാ ദൈവം പോലും ചിലയിടങ്ങളിൽ എന്നെയും നിങ്ങളെയും കലക്കുവാനിടയായിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാനും നിങ്ങളും ലോകത്തിന്റെ ഇമ്പങ്ങളിൽ അകപ്പെട്ട് നിത്യതയിൽ നിന്ന് അന്യപ്പെട്ടു പോകാതിരിപ്പാൻ എന്നെയും നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ട് ചിലയിടങ്ങളിൽ ദൈവം നമ്മളെ കലക്കുവാനായിട്ടിടയായിട്ടുണ്ട്. ചില ബന്ധങ്ങളിൽ നിന്ന് ദൈവം നമ്മെ കലക്കുവാനിടയായിട്ടുണ്ട്. ചില സ്വഭാവ മണ്ഡലങ്ങളിൽ ദൈവം നമ്മളെ കലക്കുവാനിടയായിട്ടുണ്ട്. നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ പോലും കലക്കത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അത് ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞുകൊണ്ടാണെന്ന് ഞാനും നിങ്ങളും ഓർക്കുക.
എന്തിനെന്ന് ചോദിച്ചാൽ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം നിത്യതയാകയാൽ നമ്മുടെ ലക്ഷ്യം ദൈവത്തിൻ്റെതായ വരവെങ്കിൽ എടുക്കപ്പെടണം എന്നുള്ളതാകയാൽ പലപ്പോഴും ഞാനും നിങ്ങളും നിൽക്കുന്ന ഇടത്ത് നിന്നാൽ ആ വലിയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന അനിത്യതയിലേക്ക് അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ സുദിനത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെടുകയില്ല എന്നുള്ളത് ദൈവം മനസ്സിലാക്കുന്നത് കൊണ്ട് പല മണ്ഡലങ്ങളിലും നമ്മെ കലക്കിയതായ അനുഭവങ്ങളുണ്ട് എന്ന് മറക്കരുത്. ദൈവം നമ്മളെ കലക്കുമ്പോഴും നാം പലപ്പോഴും അത് പിശാചിന്റെ മേൽ പഴിചാരിയിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുവാൻ, അല്ലെങ്കിൽ ദൈവമേ നീയാണ് എന്നെ കലക്കിയത്, എന്നെ ഈ മണ്ഡലങ്ങളിൽ ഒന്ന് കലക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ അറിയുകയില്ലായിരുന്നു, ഈ മണ്ഡലത്തിൽ എനിക്കൊരു കലക്കം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ആരാധിക്കുകയില്ലായിരുന്നു, ഈ മണ്ഡലത്തിൽ എനിക്കൊരു കലക്കം വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു, ഈ മണ്ഡലത്തിൽ എനിക്കൊരു കലക്കം വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ വിശുദ്ധിയെക്കുറിച്ചും എന്റെ വേർപാടിനെ കുറിച്ചും ഞാനൊന്ന് ആഴമായി ചിന്തിക്കുകയില്ലായിരുന്നു. കർത്താവേ, ഇതൊക്കെയും എന്റെ ജീവിതത്തിൽ ചിന്തിക്കുവാനിടയായത്, നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മ എന്നെ പുതുക്കുവാനിടയായത്, കർത്താവിലേക്ക് വീണ്ടും അടുക്കണമെന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വരുവാനിടയായത് അവിടെ വെച്ചൊരു കലക്കം, ആ മണ്ഡലത്തിൽ ആ അവസ്ഥയിൽ എന്റെ ജീവിതത്തിൽ ഒരു കലക്കം വന്നതുകൊണ്ടാണ് ഈ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനിടയായത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പ്രിയരെ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും കലക്കങ്ങൾ വന്നത് മാനുഷികമായ നിലയിൽ നമുക്ക് വേദനയായി തോന്നിയിട്ടുണ്ടാകാം, മാനുഷികമായ നിലയിൽ അത് ഭാരമായി മാറിയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ഇല്ല കുഞ്ഞെ, നിന്നെ അവിടെ കലക്കിയത് എന്നിലേക്കൊന്ന് അടുപ്പിക്കുവാൻ, എന്റെ ആഗ്രഹത്തിലേക്കൊന്ന് അടുപ്പിക്കുവാൻ, നിന്നെ എന്റെ സന്നിധിയിൽ നിത്യതയുടെ തുറമകത്ത് നിന്നെ ഒന്ന് വെളിപ്പെടുത്തുവാൻ, നിന്നെ ഒന്ന് കാണുവാൻ നിന്റെ മേൽ എനിക്കൊരു പദ്ധതി ഉള്ളത് കൊണ്ട് എന്റെ ഇഷ്ടപ്രകാരം എന്റെ ഒരു ആയുധമായി, എന്റെ കരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു ആയുധമായി നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുള്ളത് കൊണ്ടാണ് അവിടെ നിന്നെ ഞാൻ കലക്കിയത്. ആ വേദന നിന്റെ ജീവിതത്തിൽ വന്നത്, ആ ശോധന നിന്റെ ജീവിതത്തിൽ വന്നത്, നിന്റെ ഹൃദയം കലങ്ങി മറിഞ്ഞത്, നിന്റെ ജീവിതം കലങ്ങി മറിയുന്നത് എന്നുള്ളത് പരിശുദ്ധാത്മ വ്യക്തമായി എന്നെയും നിങ്ങളെയും ധൈര്യപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി കേൾക്കണമേ പ്രിയരെ, ആ ബാബേലിലേക്ക് എവിടെ ഞാനും നിങ്ങളും ആത്മീകമായി ചിന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മൾ ചിഹ്നിച്ചു പോകുന്ന, നമ്മുടെ സ്വഭാവങ്ങളിൽ ചിഹ്നിച്ചു പോകുന്ന അനുഭവങ്ങൾ കടന്നു വന്നിട്ടില്ലേ? എന്നാൽ അവിടെയൊക്കെയും ഇന്ന് രാത്രി ചിന്തിക്കുക, ഇത് ഞാൻ എന്റെ സ്വയ ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ എന്റേതായ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് ചിഹ്നപ്പെട്ടതല്ല, പിന്നെയോ എന്റെ ദൈവം എന്നെ ചിഹ്നിച്ചതാണ്. ഞാൻ പോകുന്ന വഴിയെ പോയിരുന്നുവെങ്കിൽ, ഞാൻ ഓടുന്ന ട്രാക്കിൽ കൂടെ ഓടിയിരുന്നുവെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ആ നിത്യതയിലേക്ക്, ആ മുഖാന്തരത്തിലേക്ക് ഞാൻ ഒരിക്കലും എത്തിച്ചേരുകയില്ലായിരുന്നു എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയരെ ദൈവാത്മാവ് പറഞ്ഞത്, സിയോൻ പുത്രിയെ, നീ വേദനപ്പെട്ട് പ്രസവിക്കണം. ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒന്ന് നഗരം വിടണം, വിടേണ്ടതിനെ സകലത്തെയും വിടണം. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലപ്പോഴും പലതും വിടുവാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എന്നാൽ ദൈവാത്മാ പറയുന്നു, ഇല്ല, ദൈവത്താൽ ഒരു വിടുതൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്താൽ ഒരു ഉദ്ധാരണം ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് വ്യക്തമായും ശക്തമായും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ വിടേണ്ടതിനെ നാം വിട്ടേ മതിയാകൂ. വയലിൽ നാം പാർത്തേ മതിയാകൂ. സ്വർഗരാജ്യം എന്ന നിധി ഒളിഞ്ഞിരിക്കുന്ന സുവിശേഷമാകുന്ന വയലിൽ, സത്യമാകുന്ന വയലിൽ, നേരാകുന്ന വയലിൽ ഞാനും നിങ്ങളും പാർത്തേ മതിയാകൂ പ്രിയരെ. ആ വയലിൽ പാർക്കാതെ, ആ വിശുദ്ധിയിലും വേർപാടിലും ഞാനും നിങ്ങളും പാർക്കാതെ നമുക്ക് ദൈവത്താൽ വിടുതൽ പ്രാപിക്കുവാൻ കഴിയുകയില്ല, ഉദ്ധരിക്കപ്പെടുവാൻ കഴിയുകയില്ല. മൂന്നാമതായി പറഞ്ഞു, ബാബേലിലേക്ക് പോകണം. എവിടെ ദൈവം നമ്മളെ കലക്കി, എവിടെ വെച്ചാണ് നമ്മുടെ ജീവിതത്തിൽ കലക്കം വന്നത്, എവിടെ വെച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഏറി വന്നത്, എവിടെ വെച്ചാണ് ഞാനും നിങ്ങൾ വെറുപെറുക്കേണ്ടി വന്നത്, അവിടേക്കൊന്നും മടങ്ങി വരണം. മറ്റൊരു ദൂത ദൈവാത്മാവിനാൽ ഞാൻ കൈമാറട്ടെ. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങളുമായിട്ട്, ദൈവദാസന്മാരുമായിട്ട്, കൂട്ടുകുടുംബങ്ങളുമായിട്ട് ഏതെങ്കിലും നിലയിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു കലക്കം നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ, മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുവാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ നമുക്ക് കഴിയാതിരിക്കുന്നുവെങ്കിൽ, ദൈവദാസന്മാരെ, ദൈവഭക്തന്മാരെ ബഹുമാനിപ്പാനും ആദരിപ്പാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ, ദൈവത്തെ പോലെ ദൈവജനത്തെ നമുക്ക് ബഹുമാനിപ്പാനും സ്നേഹിപ്പാനും കഴിയാതിരിക്കുന്നുവെങ്കിൽ,
അവിടെയൊക്കെ നമുക്ക് വെളിപ്പെട്ടതായ കലക്കമുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിൽ വന്നതായ വേർപാടിന്റെ അനുഭവമുണ്ടല്ലോ, സ്നേഹത്തിന്റെ വേർപാട്, കരുതലിന്റെ വേർപാട്, ഏറ്റക്കുറച്ചിലുകളെ നോക്കിയിട്ട് പലപ്പോഴും പല മണ്ഡലങ്ങളെയും നോക്കി ഞാനും നിങ്ങളും ജനത്തെ വേർതിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, ഇല്ല, നിന്റെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ്, നിന്റെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ്, നീ ഒന്ന് മടങ്ങി വരണം. എവിടെയാണ്, ആരിലാണ്, ഏത് വിഷയത്തിലാണ് നിന്റെ ഹൃദയം കലങ്ങിയത്? ഏത് കുടുംബത്തോടാണ്, ഏത് വ്യക്തിയോടാണ് നിന്റെ ഹൃദയം കലങ്ങിയിരിക്കുന്നത്? ആ വ്യക്തിയിലേക്ക്, ആ വിഷയത്തിലേക്ക് നീ മടങ്ങി വരണം. ആ കലക്കത്തിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നീ കർത്താവിനോട് പറയണം, കർത്താവേ, ഇവിടെയാണ് ഞാൻ കലങ്ങിയത്, ഞാൻ മടങ്ങി വരികയാണ്. ഇവിടെ വെച്ചാണ് അങ്ങ് എന്നെ കലക്കിയത്, ഇവിടെ വെച്ചാണ് എന്റെ സ്നേഹത്തിന്റെ കുറവ് സംഭവിച്ചത്, ഇവിടെ വെച്ചാണ് എന്റെ താഴ്മയുടെ കുറവ് സംഭവിച്ചത്, ഇവിടെ വെച്ചാണ് എന്റെ വിനയത്തിന്റെ കുറവ് സംഭവിച്ചത്. ഞാൻ മടങ്ങി വരുന്നു കർത്താവേ എന്ന് പറഞ്ഞു ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ, ഇവിടെ വെച്ചാണ് ഞാൻ നിന്നിൽ നിന്ന് അകന്നു മാറിയത്, ഇവിടെ വെച്ചാണ് എന്റെ കൃപയിൽ നിന്ന് ഞാൻ അകന്നു മാറിയത്, ഇവിടെ വെച്ചാണ് എന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു മാറിയതെന്ന് പറഞ്ഞ് അവിടേക്കൊന്ന് മടങ്ങി വരുന്നുവെങ്കിൽ, അനുദപിക്കുവാൻ, കരയുവാൻ, ഒന്ന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവം ജനമേ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, കുഞ്ഞെ, നിന്നെ വിടുവിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ ഉദ്ധരിച്ചെടുക്കുവാൻ, നീ ആയിരിക്കുന്ന കഷ്ടതയിൽ നിന്ന്, നീ ആയിരിക്കുന്ന രോഗത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന ദുഃഖത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, നീ സഹിക്കുന്ന ഭാരങ്ങളുടെ നടുവിൽ നിന്ന് നിന്നെ ഒന്ന് ഉദ്ധരിച്ചെടുക്കുവാൻ, നിന്നെ പൊന്നുപോലൊന്ന് പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ ശോഭിക്കുന്നൊരു വിളക്കാക്കി നിർത്തുവാൻ എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നീ ഒന്ന് മടങ്ങി വന്നേ മതിയാകൂ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ പ്രിയരെ? കർത്താവേ, ഞാൻ മടങ്ങി വരികയാണ്. നഗരം വിടണമെന്നുള്ള അനുഭവത്തിൽ ഞാൻ വിടേണ്ടതിനെ എല്ലാം വിടുകയാണ്. വയലിൽ പാർക്കേണ്ടതുപോലെ, ആ സുവിശേഷമാകുന്ന വയലിൽ കർത്താവേ ഞാൻ പാർക്കുവാൻ, വിശുദ്ധിയോടെ, വേർപാടോടെ, ദൈവകൃപയോടെ പാർക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അബാബേ, എന്റെ അനുഭവത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്ന കർത്താവേ, നീ എന്നെ വിടുവിക്കണമേ. എന്റെ ശത്രുക്കൾ എന്റെ തകർച്ച കാണുവാൻ ഇരിക്കുമ്പോൾ, മീഖാ പ്രവചനം ഇങ്ങനെയാണ് വായിച്ചത്, അവിടെ വെച്ച് നീ വിടുവിക്കപ്പെടും, അവിടെ വെച്ച് യഹോവ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഉദ്ധരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും എങ്ങനെയും തകരണം, എങ്ങനെയും നമ്മുടെ മനസ്സ് കലങ്ങണം, എങ്ങനെയും നമ്മുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം സംഭവിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച സംഭവിക്കണം, ദൈവജനവുമായിട്ടുള്ള, ദൈവദാസന്മാരുമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ച സംഭവിക്കണമെന്ന് പറഞ്ഞ് ശത്രു എനിക്കും നിങ്ങൾക്കുമെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാ പറയുന്നു, ഇല്ല, ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെയും നിങ്ങളെ ഉദ്ധരിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവിനെ അത്രേ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ അത്രേ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാൽ, ആ കർത്താവിന്റെ പാദപീഠമൊന്ന് സമർപ്പിച്ചാൽ, കർത്താവിന്റെ കുറവുകളെ ക്ഷമിക്കണമേ. ഞാൻ പലപ്പോഴും നഗരം വിടേണ്ടതുപോലെ വിടുവാൻ കഴിയാത്ത ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും വിശുദ്ധിയിലും വേർപാടിലും പാർക്കേണ്ടതുപോലെ നിത്യതയുടെ ആ കാഴ്ചപ്പാടിൽ പൂർണ്ണതയിൽ പാർക്കുവാൻ കഴിയാതെ അകന്നു മാറുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അനുദപിക്കുന്ന കർത്താവേ, ഞാൻ മടങ്ങി വരുന്ന കർത്താവേ, പലപ്പോഴും എന്റെ ജീവിതത്തിൽ കലക്കമാണെന്ന് പരിശുദ്ധാത്മാവോ രേഖപ്പെടുത്തി വെളിപ്പെടുത്തി തന്നപ്പോഴും അതിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ എന്റെ ഹൃദയത്തെ കഠിനമാക്കിയതിന് രാത്രങ്ങളുണ്ട്, എന്റെ ഹൃദയത്തെ കഠിനമാക്കിയ സന്ദർഭങ്ങളുണ്ട്. കർത്താവേ, അതിനോടെല്ലാം വിട പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരികയാണ്. എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ. അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, വരുവീൻ, നമുക്കൊന്നിച്ച്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവാത്മാവ് പറയുന്നു, വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്നവർ പറഞ്ഞു. പലപ്പോഴും എന്താണ് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാപിക്കേണ്ട വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഉദ്ധാരണം അതിൻ്റെതായ പൂർണ്ണതയിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തത്? നമ്മുടേതായ ഭാവങ്ങളും നമ്മുടേതായ ചിന്തകളും നമ്മുടേതായ മനോമണ്ഡലങ്ങളും ദൈവത്തിന് വിരോധമായി, ദൈവത്തിന്റെ കൃപയ്ക്ക് വിരോധമായി പലപ്പോഴും ഉയർന്നു വരുമ്പോൾ ദൈവം പലയിടങ്ങളിലും നമ്മളെ കലക്കുവാൻ, ചിഹ്നിപ്പിക്കുവാനായിട്ടിടയാകും. എന്നാൽ ഇന്ന് രാത്രി അനുദപിക്കുവാനിടയാകട്ടെ. കർത്താവേ, അങ്ങയുടെ പഞ്ചമുറിവുകളെ വേദനിപ്പിക്കുന്നതായ ഏതെങ്കിലും അനുഭവത്തിൽ ഇന്നലകളിൽ എന്റെ ജീവിതം, എന്റെ ചിന്താമണ്ഡലങ്ങൾ, എന്റെ ഓർമ്മയുടെ മണ്ഡലങ്ങൾ, എന്റെ സംസാരത്തിന്റെ മണ്ഡലങ്ങൾ, എന്റെ കാഴ്ചയുടെ മണ്ഡലങ്ങൾ, എന്റെ ഇടപാടിന്റെ മണ്ഡലങ്ങൾ പലപ്പോഴും വെളിപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ ബോധപ്പെടുത്തുകയാണ്. ഞാൻ മടങ്ങി വരുന്ന കർത്താവേ, ഞാൻ മടങ്ങി വരികയാണ്. അങ്ങ് എന്നെ വിടുവിക്കണമേ.
അങ്ങനെ ഒന്ന് വിടുവിക്കണമേ, അങ്ങനെ ഉദ്ധരിക്കണമേ കർത്താവേ. അങ്ങയുടെ ഓമന മകളായി, അങ്ങയുടെ ഓമന മകനായി കർത്താവേ, സിയോൻ പുത്രിയെ പോലെ ഞാൻ മടങ്ങി വരികയാണ്. അങ്ങയുടെ മാറോട് എന്നെ ചേർക്കണമേ. എനിക്ക് വിടുതൽ ആവശ്യമാണ്, എനിക്ക് ഉദ്ധാരണം ആവശ്യമാണ്, എന്റെ തലമുറയ്ക്ക് വിടുതൽ ആവശ്യമാണ്, എന്റെ കുടുംബത്തിന് വിടുതൽ ആവശ്യമാണ്, എന്റെ സഭയ്ക്ക് വിടുതൽ ആവശ്യമാണ്. ഇന്ന് രാത്രി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിലെ യഹോവയായ ദൈവത്താൽ ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടതുപോലെ പുതിയ നിയമ ഇസ്രായേലാകുന്ന എന്നോട് നിങ്ങളോട് പരിശുദ്ധന്മ പറയുന്നു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിടുതലുണ്ട്. അത് തരുവാൻ ശക്തനായ ഒരു ദൈവം, ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും വിടുവിക്കുന്ന രാത്രിയാകട്ടെ, ഉദ്ധരിക്കുന്ന രാത്രിയാകട്ടെ. സമർപ്പിക്കുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അനുദപിക്കുമ്പോൾ, കരയുമ്പോൾ, കണ്ണുകൾ ഇറങ്ങണിയുമ്പോൾ എന്റെയും നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന വിടുതലിന്റെ കരം, എന്റെയും നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഉദ്ധാരണത്തിന്റെ കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുകയാൽ ഞാൻ എന്റെ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം കരയുമ്പോൾ നമ്മുടെ കൂടെ കരയുന്ന ദൈവം, നാം വേദനിക്കുമ്പോൾ നമ്മോട് കൂടെ വേദനിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ എത്രയും ഞാനും നിങ്ങൾ സേവിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്താൽ ഒരു വലിയ വിടുതൽ, ആ ദൈവത്താൽ ഒരു വലിയ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആമീൻ പ്രാപിപ്പാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. കുർബാക്കും ഒരിക്കൽ കൂടെ ഉരുവിടട്ടെ. ആമീൻ. എന്താണ് ഇവിടെ വായിക്കുവാൻ ഇടയായത്? ആമീൻ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാനും. ആമീൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമീൻ, നാം ഭക്തിയോട് ജീവിക്കുമ്പോൾ അനേക പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, ഏത് പരീക്ഷകൾ വന്നാലും അതിന്റെ നടുവിൽ എന്നെ വിടുവിക്കുന്ന കർത്താവിനോട് കൂടെയുണ്ട്, എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ തലമുറകളോട് കൂടെയുണ്ട്, എന്റെ വിഷയത്തിലുണ്ട് എന്ന് പറഞ്ഞേൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിപ്പാൻ മാനിപ്പാൻ നമ്മുടെ ആയിത്തീരട്ടെ. വിടുതൽ വിദൂരമല്ല, അത് നമ്മുടെ സമീപയാണ്. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ചിട്ട് തലകളെ വണക്കിയിട്ട് ഒരു നിമിഷ നേരം പറ, കർത്താവേ, ഞാൻ അങ്ങയുടെ ഭക്തയാണ്, ഞാൻ ഭക്തയാണ്. ആമീൻ. അങ്ങനെ വിടുവിക്കണമേ. എന്റെ മേൽ ഉയർന്നു നിൽക്കുന്ന പരീക്ഷകൾ അനവധിയാണ്. എന്റെ പരീക്ഷയിൽ നിന്ന്, എന്നെ ആമീൻ പരീക്ഷിക്കുന്ന പരീക്ഷകളിൽ നിന്ന് ഒരു വിടുതൽ എനിക്ക് തരണമേ കർത്താവേ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു കൊടുക്കാം. സർവശക്തനായ ദൈവം ആമീൻ എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ പ്രയർ ലൈനിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഇന്ന് രാത്രിയിൽ ഏത് പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നുവോ അതിൽ നിന്നെല്ലാം വിടുവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ, വിടുവിക്കുമാറാകട്ടെ, ഉദ്ധരിക്കുമാറാകട്ടെ എന്നൊരിക്കൽ കൂടെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടും സമയം അനുവദിച്ചു തന്ന ആമേ സാജൻ ബ്രദറിനോടും കുടുംബത്തോടും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ടും വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.